ഏത് തെറ്റ് ചെയ്താലും പടച്ചവന്റെ മുന്നിലോട്ടൊന്ന് കരം നീട്ടുവോ? നമ്മുടെ വീട്ടിൽ വന്ന് ഒരാള് ചോദിച്ചു എന്തെങ്കിലും തരണേ, 10 രൂപ കൊടുത്തു. പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും തരണേ, 5 രൂപ കൊടുത്തു. വീണ്ടും വന്ന് 3ന്റെ അന്ന് ചോദിച്ചു 2 രൂപ കൊടുത്തു. 4ാം ദിവസം വന്നപ്പോ നമ്മൾ ചോദിക്കുന്നു വേറെ ജോലിയൊന്നുമില്ലേ? 5ാം ദിവസം വരുമ്പോൾ കതക് തുറക്കൂല. 6ാം ദിവസം വരുമ്പോ കിട്ടിയത് കമ്പെടുത്തടിച്ചോടിക്കും നമ്മൾ. എന്നാൽ മനുഷ്യനെ പോലെയല്ല അല്ലാഹ്. സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ അടുത്ത് ചോദിച്ചാ സ്നേഹം കൂടുന്നു, വീണ്ടും ചോദിച്ചാ സ്നേഹം കൂടുന്നു. ചോദിക്കും തോറും അല്ലാഹ്ക്ക് നമ്മളോട് സ്നേഹമല്ലേ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടൂലേ? അതുകൊണ്ട് ഏത് തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയാലും മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്നലെ വരെ സംഭവിച്ചത് പോട്ടെ പൊന്നുമോനെ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ചോദിച്ചോ. അല്ലാഹു നിന്റെ ആത്മാവ് ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം നിനക്ക് പുറത്തു തരും. അല്ലാഹു തൗബയുടെ വാതിലടയ്ക്കൂല. മരിക്കാൻ നേരത്ത് നീ ചോദിച്ചിട്ടല്ല രക്ഷപ്പെടുത്തൂല. എടാ, മരിക്കാൻ നേരത്ത് ഫിർഔനും പറഞ്ഞു ഞാൻ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാമെന്ന്. ആമന്നാ ബിറബ്ബി മൂസ എന്ന് മരണാസന്നനായപ്പോ ഈ ഫിർഔനെ വിളിച്ചു പറഞ്ഞപ്പോ ജിബ്രീൽ ചെളിവാരിയിട്ട് വായിൽ കുത്തി നിറച്ചിട്ട് പറഞ്ഞു മിണ്ടി പോകരുതെടാ ശൈത്താനെ. ചെങ്കടലിൽ നിന്നും മണ്ണ് വാരിയിട്ട് വാ തുറന്ന ഫിർഔന്റെ വായിൽ കുത്തിയിറക്കി വെച്ചിട്ട് പറഞ്ഞു ഇന്നലെ വരെ നീ ദൈവമാണെന്ന് പറഞ്ഞില്ലേ, ഇന്നലെ വരെ നീ ആണ് അല്ലാഹു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അത് നീ പറഞ്ഞാ മതി, അല്ലാഹയെ വിളിക്കണ്ട. ചരിത്രത്തിലെ കാണാ, തഫ്സീർ റാസിയിലും ഇബ്നു കതീറിലും സാദിയിലും ഖാസിലൊക്കെ കാണാ, നമ്രൂദും ഇബ്രാഹിം നബിയെ കൊണ്ട് വിശ്വസിക്കാൻ തീരുമാനമെടുത്തെന്ന്. അഗ്നികുണ്ഡാരത്തിൽ വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബിയില്ലേ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ച ഇബ്രാഹിം നബിക്ക് ഒരു രോമത്തെ പോലെ കരിക്കാറ് അല്ലാഹു നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ, ഒരു ദിവസം 7 ദിവസമാണ് തീയിൽ കിടന്നത്. അറിയോ? ഈ 7 ദിവസമാണ് അഗ്നികുണ്ഡാരത്തിൽ കിടന്നത്. ഒരു രോമം പോലും കരിഞ്ഞില്ലല്ലോ. ആ സമയത്ത് നമ്രൂദ് വന്നിട്ട് ഇബ്രാഹിമും മരിച്ചോ എന്നറിയാൻ തലപൊക്കി നോക്കുമ്പോ ഇത്തടത്ത് 2 ഇബ്രാഹിം ഇരിക്കുകയാ. ഒരു ഇബ്രാഹിമിനെ അമ്പെയ്തിട്ടാണ് തീ കുണ്ഡാരത്തിലേക്ക് എറിഞ്ഞത്. കാരണം കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും ഇതിന്റെ ചൂടേറ്റുകൊണ്ട് ചിറക് കരിഞ്ഞിട്ട് നിലത്തു വീണെന്നല്ലേ. അത്രയും ചൂടുള്ള വിറക് പൂജ നടത്തിയിട്ടും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് ശിലാപൂജ നടത്തിയിട്ട് ഇവിടത്തെ ശിലകൾ കൊണ്ടുപോയത്, കല്ലുകൾ കൊണ്ടുപോയത്. അതുപോലെ ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടിയിട്ട് നമ്രൂദിന്റെ തീ കുണ്ഡാരത്തിലേക്ക് വിറക് പൂജ നടത്തിയിട്ട് ആളുകളുടെ വയറുവേദന മാറാൻ, എന്റെ മാതാവിന്റെ വയറുവേദന മാറിയാൽ ഇബ്രാഹിമിനെ കരിക്കുന്ന അഗ്നികുണ്ഡാരത്തിൽ 10 കെട്ട് വിറക് നേർച്ച. അങ്ങനെ ആളുകൾ ഇതെല്ലാം നേർച്ച നേർന്നിട്ട് വിറക് കൊണ്ടുവന്ന് അഗ്നികുണ്ഡാരം ആളി കത്തുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞില്ലേ. എന്നാൽ ഇബ്രാഹിമിന്റെ സ്ഥാനത്ത് 2 ഇബ്രാഹിമിനെ കണ്ട നമ്രൂദ് വിളിച്ചിട്ട് ചോദിച്ചു, ഏ ഇബ്രാഹിം, 2 എണ്ണം ഉണ്ടല്ലോ, ഒന്നേതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി പറഞ്ഞു അത്രേ, നമ്രൂദേ, 7 ദിവസമായില്ലേ ഒറ്റയ്ക്ക് എങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കും? അതുകൊണ്ട് നേരം പോക്കിന് അല്ലാഹു എനിക്ക് മലക്കിനെ തന്നു. അല്ലാഹു നേരം പോക്കിന് എനിക്ക് മലക്കിനെ തന്നു. എന്റെ കോലപ്പിലൊരു മലക്കിനെ അല്ല തന്നു. ആ സമയത്ത് നമ്രൂദ് ചോദിച്ചത്രേ, ഞാനും വിശ്വസിക്കട്ടെ? ആ സമയത്തില്ല. കള്ളുകുടിയന്മാരെ അല്ലാഹു തആല പുറത്തു കൊടുത്താലും, വ്യഭിചാരികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്താലും, പലിശക്കാരനല്ല പുറത്തു കൊടുത്താലും, ഏത് തെറ്റ് ചെയ്യുന്നവരല്ല പുറത്തു കൊടുത്താലും, അഹങ്കരിക്കുന്ന അധികാരികൾക്കല്ല പുറത്തു കൊടുക്കൂല. അഹങ്കാരികളെ ലോകാവസാനം വരെ പാഠം പഠിപ്പിക്കാൻ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായ സാക്ഷാൽ ഫിർഔനെ ഒരു സ്പിരിറ്റും പുരട്ടാതെ, ഒരു ശീല ചുറ്റാതെ, ഒരു കെമിക്കലും തേക്കാതെ ഇന്നും ഫിർഔനെ ശേഷിപ്പിച്ചിരിക്കുന്നു. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നരേന്ദ്രമോദിക്ക് അല്ലാഹു ദൃഷ്ടാന്തമായി, അമിത്ഷാക്ക് അല്ലാഹു ദൃഷ്ടാന്തമായി. പടച്ച തമ്പുരാൻ ഇന്നും അവശേഷിപ്പിച്ചിരിക്കുന്നു ഫിർഔനെ. കള്ളുകുടിയന്മാർ അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. അന്നത്തെ കള്ളുകുടിയന്മാരിൽ ആരെങ്കിലും ഒരാളെ ഇന്നത്തെ കള്ളുകുടിയന്മാർക്ക് അല്ലാഹു ഒരു അടയാളത്തിന്, ദൃഷ്ടാന്തത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? ഇല്ല.
അന്നും വ്യഭിചാരിയുണ്ട്, ഇന്നും വ്യഭിചാരിയുണ്ട്, എന്നും വ്യഭിചാരികളുണ്ട്. അന്നത്തെ വ്യഭിചാരികളെ ഇന്നത്തെ വ്യഭിചാരികൾക്ക് പാഠമായി അള്ളാഹു അവശേഷിപ്പിച്ചിട്ടില്ല. അന്നും പലിശക്കാരനുണ്ട്, ഇന്നും പലിശ കൂടുതലേ ഉള്ളൂ, എന്നും പലിശ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. പക്ഷേ ഒരു പലിശക്കാരനും അള്ളാഹു ഒരു ഗുണപാഠമാകിട്ട് പുരാതന കാലത്തെ ഒരു പലിശക്കാരനെയും അള്ളാഹു പുരോഗമന കാലത്ത് ഒരിക്കലും അടയാളത്തിന് വെച്ചിട്ടില്ല. പക്ഷേ അന്നും അഹങ്കാരികളുണ്ട്, ഇന്നും അഹങ്കാരികളുണ്ട്, എന്നും അഹങ്കാരികൾ ഉണ്ടാവും. ആ അഹങ്കാരികൾക്ക് പാഠമായി അള്ളാഹു ഫിർഔനെ അവശേഷിപ്പിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, അള്ളാഹു തആല മരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവേ ഞാൻ വിശ്വസിക്കുകയാണ്, പള്ളിക്ക് അത്ര കൊടു, പെണ്ണിനെ കെട്ടിക്കാൻ ഇത്ര കൊടു, പടച്ചവനെ ഓഡിറ്റോറിയത്തിന് എന്റെ 3 സെന്റ് കൊടു. അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട. കൊടുക്കുന്നെങ്കിൽ നല്ല സമയത്ത് കൊടുക്ക്. മാദാമൽ അർവാഹു ഫിൽ അജ്സാദി, ശരീരത്തിൽ റൂഹ് ഉള്ളപ്പോൾ നിങ്ങൾ കൊടുക്ക്, എങ്കിലേ അതിൽ കാര്യമുള്ളൂ. അല്ലാതെ മരിക്കാൻ നേരത്ത് അവിടെ അത്ര കൊടു, ഇവിടെ ഇത്ര കൊടു, അതെല്ലാരും കൊടുക്കും. കാരണം ഇപ്പൊ മക്കൾക്ക് എന്തിനാ കൊടുക്കുന്നത്? അതുകൊണ്ട് പള്ളിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ അപ്പോഴും കൊടുക്കും. എന്തിനാ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പടിയിറങ്ങുന്ന സമയത്താണ്. അതുവരെയും എന്ത് തെറ്റുണ്ടെങ്കിലും ചെയ്തെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോ. ആരോടെങ്കിലും വ്യക്തിപരമായിട്ട് മനുഷ്യ സഹജമായ തെറ്റുകളാണെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കും. അല്ലാതെ പടച്ചവൻ നമുക്ക് പൊറുത്തരൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ പേടിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല, അല്ലേ സാറേ? കാരണമുണ്ട്. ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരു ജില്ലയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ, നമ്മുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വളരെ ഭീഷണിയിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പോഴും തമിഴ്നാടും കേരളവും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കവും കപ്പലണ്ടി തിന്നക്കവും ബഹളവും വെക്കലും ഒക്കെയാണ്. പക്ഷെ അതിന്റെ പരിഹാരം വരുന്നില്ല. ഞാൻ കേരള സംസ്ഥാന ഗവൺമെന്റിനെയോ തമിഴ്നാട് സർക്കാരിനെയോ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നൊന്നുമല്ല. ഞാൻ പറയുന്നു വന്നത് ഒന്നിനും തീർപ്പാവുന്നില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, മുല്ലപ്പെരിയാറങ്ങാനം പൊട്ടിയാൽ നമുക്ക് വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജില്ല മാത്രമല്ല, കേരളം തന്നെ കുട്ടിച്ചോറാകും. കാരണം തെക്ക് വടക്ക് സർവീസുകൾ മുഴുവനും മുടങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, വടക്കുന്ന് തെക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മളാണ് ഏറ്റവും ഹൃദയഭാഗത്ത് കഴിയുന്നവർ കൊച്ചിക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാ നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സാഗരങ്ങൾ, സമുദ്രവും പർവ്വതങ്ങളും ഭൂമിയും അള്ളാഹുവിനോട് പരാതിപ്പെട്ടു എന്ന്. എന്താ പരാതി എന്നറിയോ? മൂന്നാമത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്. തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ല, ചോദിച്ചോളി, അള്ളാഹ് പുറത്തു തരും എന്നുള്ള കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, സാഗരങ്ങളും സമുദ്രവും മാമലകളും ഭൂമിയും അള്ളാഹുവിനോട് പരാതി ബോധിപ്പിച്ചു. എന്താണെന്നറിയോ? നമ്മുടെ വിവരക്കേടുകൾ അള്ളാഹുവിനോട് പരാതി പറയാണ്. ഏറ്റവും കേരളത്തിൽ ഇപ്പൊ 2 പ്രളയം വന്നു. എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായത്? ഈ പറയുന്ന 3 അല്ലാത്ത ലോകത്ത് എവിടെയെങ്കിലും, ലോകത്തല്ല നമ്മുടെ കേരളത്തിൽ ഈ 3 അല്ലാത്ത ഏതെങ്കിലും ഒരു പരീക്ഷണം വന്നിട്ടുണ്ടോ? ഒന്ന് ഉരുൾപൊട്ടൽ, ഇല്ലേ? ഉരുൾപൊട്ടൽ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഒന്ന് പറയും. ഉരുൾപൊട്ടൽ എവിടെ നിന്നാണ്? സമുദ്രത്തിൽ നിന്നാ, മലയെന്ന്, പർവ്വതത്തിൽ. ഭൂമി വിണ്ട് കീറിയിട്ട് നേരെ ഭൂമിക്കടിയിലേക്ക് പോകുന്നത് ഭൂമിയിലല്ലേ? സുനാമി ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? കടലിൽ. ഇത് 3 അല്ലേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് സുനാമി, മറ്റത് ഭൂചലനം, വീടൊക്കെ തകർന്നു പോയി, എല്ലാവരും അതിനടിയിലായി പോയി. മൂന്നാമതുണ്ടായത് ശക്തമായ നിലയിലുള്ള ഈ ഉരുൾപൊട്ടൽ. ഇത് 3 കേരളത്തിൽ ഉണ്ടായല്ലോ. ഈ 3 ഉണ്ടാകുന്നത് സമുദ്രത്തിൽ നിന്നും അതുപോലെ പർവ്വതത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമാണ്. ഈ 3 സൃഷ്ടികളും റബ്ബിന്റെ മുമ്പിൽ വന്നിട്ട് പരാതി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവേ, നിന്നെ അനുസരിക്കാത്തവരിലേക്ക് ഞങ്ങൾ സുനാമി ആകട്ടെ അല്ലാ. സാഗരങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാ. സകല തെമ്മാടിത്തരങ്ങളും കാണിക്കുന്നത് കടൽ തീരങ്ങളിലല്ലേ? അരം നിക്കറിട്ടുകൊണ്ട് ഓടുന്നതും എന്റെ പ്രിയപ്പെട്ടവരെ കടലമ്മയോട് ചേർന്ന് കിടക്കുന്ന കരയിലൂടെയല്ലേ? അലർ വിളിക്കുന്ന പർവ്വത സമാനമായ തിരമാലകൾ വരുമ്പോ കടലമ്മ തോറ്റം എഴുതി വെക്കുമ്പോൾ നക്കി തുടച്ചു കൊണ്ടുപോകുന്നത് നിന്റെ ലിപികളെ മാത്രമല്ല, മണലിൽ നിന്റെ തള്ളവിരൽ കൊണ്ട് ഇടിപ്പിടിപ്പിച്ച ചൂണ്ടുവിരൽ കൊണ്ട് എഴുതിയ ആ ലിപികളെ മാത്രമല്ല നക്കി തുടച്ചു കൊണ്ടുപോകുന്നത് നിന്റെ ജീവിതം തന്നെ നക്കി തുടയ്ക്കാ കഴിവുള്ള തിരമാലകളെ അല്ലാഹു തആല കേരളത്തിന് ഒരു വലിയ ശാപമായി, അല്ലാഹു ഒരു വലിയ ശിക്ഷയായി ദൃഷ്ടാന്തമായി തന്നിട്ടില്ലേ? ആ സമയത്ത് പർവ്വതങ്ങളെ ചോദിക്കുന്നു, റബ്ബേ
നിനക്ക് സുജൂദ് ചെയ്യാത്ത, നിനക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്താത്ത, നിന്റെ കലാമ ഖുർആൻ വീട്ടിൽ ഓതാത്ത, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാത്ത, നിന്റെ ഹബീബിനെ മനസ്സിലാക്കിയിട്ടൊന്ന് സലാത്ത് ചെല്ലാത്ത അല്ലാഹുവേ, നിന്റെ അടിമകളിലെ ആളുകളെ ഞങ്ങളെ പൊളിഞ്ഞു വീണിട്ട് ഞങ്ങളെ ഉരുൾപൊട്ടിയിട്ട് അവരെ നശിപ്പിക്കട്ടെ പടച്ചവനെ. വീണ്ടും അതാ ഭൂമി ചോദിക്കുകയാ, അല്ലാഹുവേ, അഹങ്കാരത്തോടെ എന്റെ മുകളിലൂടെ ഓടിച്ചാടി പാടി ആടി നടക്കുന്ന പെണ്ണുങ്ങൾ അവർക്ക് മറയ്ക്കുന്നില്ല, അവർക്ക് ബന്ധങ്ങളില്ല, ബന്ധനങ്ങളില്ല, അവർക്ക് പരസ്പരമുള്ള പരിചയങ്ങളില്ല. അവര് താന്തോന്നികളായി ജീവിതത്തിന്റെ വഴികേടിൽ നടക്കുമ്പോ, മോശപ്പെട്ട വികൃതമായ ജീവിതത്തിലൂടെ നടക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങളെ വായൊന്ന് പിളർത്തിയിട്ട് അവരെ വിഴുങ്ങട്ടെ അല്ലാ. ആ സമയത്തല്ല പറയുന്നത് എന്തെന്നറിയോ? സമുദ്രത്തോട്, മാമലയോട്, ഭൂമി ദേവതയോട് അല്ല ചോദിക്കുന്നത്, നിങ്ങളാണോ മനുഷ്യനെ പടച്ചത്? ഞാനാണോ മനുഷ്യനെ പടച്ച നിങ്ങളാണോ? സമുദ്രത്തിന്റെ മറുപടി, അല്ലാ നീ തന്നെയാണ്. ആ മാമലകൾ പറയുന്നു നീ തന്നെയാണ്, ഭൂമി പറയുന്നു നീ തന്നെയാണ്. അപ്പൊ അല്ലാഹു കരുണയുള്ള പടച്ചവരെന്താ പറയുന്നതെന്നറിയോ? സമുദ്രത്തോടും പർവ്വതങ്ങളോടും ഭൂമിയോടും അല്ല പറയുകയാണ്, ഞാനാണ് പടച്ചതെങ്കിൽ അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളെ ഞാൻ അതൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങളെ ശിക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ നോക്കിക്കോളാം എന്റെ അടിമകളെ. അവർ ഇതെല്ലാം കാണുമ്പോ പശ്ചാത്തപിക്കണമെന്ന ചിന്തയോടെ ഇൻതാബൂ, അവര് പശ്ചാത്തപിച്ചാവാന ഹബീബു, ഞാൻ അവരുടെ ഹബീബാണ്, ഞാൻ അവരുടെ സ്നേഹിതനാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുമെന്നല്ലേ അല്ലാഹു പറയുന്നു. അന ഹബീബുഹും, ഞാൻ അവരുടെ ഹബീബാണ്. വഇല്ലം യതൂബൂ, അവരിനിയും പശ്ചാത്തപിക്കാതെ ചുംബന സമരത്തിൽ നടന്നാൽ, വട്ടക്കാ സമരത്തിൽ നടന്നാൽ, പുറത്തു കാണിച്ച് നടന്നാൽ, അവര് വീണ്ടും കള്ളുകുടിയന്മാരായാൽ, വീണ്ടും പെണ്ണുപിടിയന്മാരായാൽ, വീണ്ടും പലിശക്കാരായാൽ, ബന്ധങ്ങൾ മറന്നു പോയാൽ, പരസ്പരം കലഹിച്ചു നടന്നാൽ, തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയാൽ, ഞാൻ അവരുടെ ഡോക്ടറാണ്. അള്ളാഹുവിന്റെ വാക്കാണ്, ഡോക്ടറാണ്. തൗബ ചെയ്താൽ ഞാൻ ഹബീബ്, തൗബ ചെയ്തില്ലെങ്കിൽ ഞാൻ തൊബീബ്. ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട് വാരി പുണരും. എത്ര മഹത്തുക്കൾ വിശദീകരിക്കാൻ സമയമില്ല. പശ്ചാത്തപിച്ച് മടങ്ങിയ, തെറ്റ് ചെയ്തിരുന്നവർ, സാക്ഷാൽ കള്ളന്മാരെ അല്ലാഹ് സ്നേഹിച്ചപ്പോൾ, കൊടും ക്രിമിനലുകളെ അല്ലാഹു സ്നേഹിച്ചപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദുമാരായി മാറി. മോശപ്പെട്ട ജീവിതം നയിച്ചു നടന്ന ചെറുപ്പക്കാരികൾ, അവർ ചെറുപ്പക്കാരുടെ മുമ്പിൽ അഴിഞ്ഞാടി നടന്നപ്പോൾ, തൗബ ചെയ്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടപ്പോൾ റാബിയത്തുൽ അദബിയമാരായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബാൻ. അല്ലാഹു ഹബീബാൻ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇനി തൗബ ചെയ്തില്ല, നമ്മൾ ആരും തൗബ ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും പഴയ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ അല്ലാഹ് നമ്മളെ തൊബീബാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജോലി എന്താ? ഒന്ന് പറയും. ചികിത്സിക്കും. എങ്ങനെ ചികിത്സിക്കും? ഇപ്പൊ നിങ്ങളൊരു അസുഖമായിട്ട് ആശുപത്രിയിൽ പോയി, ഉറങ്ങാൻ ഞാൻ പെട്ടെന്ന് നിർത്തും. ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. സഹോദരിമാർ അടുത്തിരുന്ന് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഉണർത്തിക്കോട്ടെ, അല്ലേ? അടുത്തിരുന്ന് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഉണർത്തിക്കോട്ടെ. ഉറങ്ങുന്നില്ല, അവരൊക്കെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് കേൾക്കുക. ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ആശുപത്രിയിൽ പോയി, നല്ല ചുമയാണ്, പനിയുണ്ട്, ആന്റിബയോട്ടിക് എന്തെങ്കിലും തന്നാലേ പ്രസവിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പൊ ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് ഒരു മരുന്ന് തരും. എന്നിട്ട് പറയും 3 ദിവസം ഒന്ന് കഴിക്ക്, കുറവില്ലെങ്കിൽ വാ ഡോസ് കൂടിയ തരാം, അല്ലേ? 4 രാവിലെയും കുറഞ്ഞില്ല, ചുമ കൂടി, പനി കുറയുന്നില്ല, ഡോസ് കൂട്ടിത്തരും. 3 ദിവസം കഴിച്ചു നോക്ക്, കുറവില്ലെങ്കിൽ വാ
7-ാം ദിവസം രാവിലെ കുറഞ്ഞില്ല. നമ്മൾ ചെന്നു ഹൈ ഡോസ് 3 ദിവസം ആയപ്പോൾ കുറഞ്ഞു. അപ്പോഴും കുറഞ്ഞില്ല, വീണ്ടും ഹൈ ഡോസ് കൂട്ടും, ഡോസ് വീണ്ടും കൂട്ടും. ഇതാണ് ഡോക്ടർ. അള്ളാഹു ആദ്യം ചെറുത് തരും. എന്തിനാ? വലുതില്ലാത്തത് കൊണ്ടല്ല. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അല്ല പറയുകയാ വലനുദീഖന്നഹും, നിശ്ചയം നിസ്സംശയം. അല്ല പറയുന്ന 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അല്ല പറയുകയാണ്, ലാ 2 നൂനിൽ ഒരു തഅ്കീദിന്റെ നൂന്. വലനുദീഖന്നഹും, നിശ്ചയം നിസ്സംശയം, ലാ ശക്ക ലാ റൈബ ഫീ, ഞാൻ അവരെ ശിക്ഷിക്കുന്നതാണ്. മിനൽ അദാബിൽ അദ്നാ, ലോ ഡോസ് കൊണ്ട്. ഏതിന് മുമ്പ്? ദൂനൽ അദാബിൽ അക്ബരി, ഹൈ ഡോസിന് മുമ്പ്. എന്തിനെന്നറിയോ? ലഅല്ലഹും യർജിഊൻ, അവര് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. തൗബ എന്ന് പറഞ്ഞാൽ അർറുജൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. തൗബ എന്ന് പറഞ്ഞാൽ റുജൂ, മടങ്ങൽ എന്നാണ്. അപ്പൊ അല്ല പറയുന്നു, എന്നിലേക്ക് മടങ്ങി വരാൻ ഞാൻ ചെറുതിന് കൊടുക്കും വലുതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തില്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്. അല്ലാഹു ഓരോ പരീക്ഷണങ്ങളെ തരുന്നുണ്ട് മോളെ. ആദ്യം അല്ല തരുന്നത് ചെറുതായിരുന്നു, അതിൽ നമ്മൾ പഠിച്ചില്ല, വലുത് തന്നു. അതിലും പഠിച്ചില്ല, വലുത് തന്നു. വീണ്ടും പഠിച്ചില്ല, വലുത് തരുന്നു. ഇനി വലുത് വന്നാ താങ്ങാനുള്ള കഴിവുണ്ടോ പെങ്ങള്? കാരണം 1 സെക്കൻഡിൽ 20 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ കൊച്ചിയുടെ കിടയ ഭാഗത്തിലൂടെ കുത്തി ഒഴുകിയത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷാനവാസ് റഷാദി ഉസ്താദ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്തെങ്കിലും സഹായം ഇവിടത്തുകാർക്ക് എത്തിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഭക്ഷണം തന്ന എന്നെ പോലുള്ള പ്രഭാഷകർക്ക് രുചികരമായ വർണ്ണങ്ങളുള്ള, നിറങ്ങളുള്ള, ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം തന്ന്, ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് കിടക്കാൻ സൗകര്യം തന്ന, ഞങ്ങൾ എന്ത് ഭക്ഷണമാണോ കൊതിക്കുന്നത് അത് നമ്മുടെ മുമ്പിൽ വിളമ്പിത്തന്ന്, ഇവിടത്തെ സഹോദരങ്ങളിൽ ഏറ്റവും ദരിദ്രർക്ക് കൊടുക്കാൻ ആളുകളുണ്ട്. പണക്കാരാണെങ്കിലോ നേരത്തെ അവര് വേറെ രീതികൾ കണ്ടെത്തി. എന്നാൽ പെട്ടുപോയത് മുഴുവനും മെറ്റിൽ ലെവലിലുള്ളവരാണ്. അവരാണ് സഹോദരങ്ങളെ. എന്നെ ബഹുമാനപ്പെട്ട ഷാനവാസ് റഷാദി നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദാണല്ലോ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുവോ? എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പ്രളയം വന്ന സമയത്ത് ഇവിടെ ഒരാൾ പള്ളിയിൽ വരുന്നില്ല. ആളുകളെ മൊത്തത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ ജുമയ്ക്ക് വരാത്തത്? ഉടുക്കാൻ മുണ്ടില്ലാത്തത് കൊണ്ട് വരുന്നില്ല, ഉടുക്കാൻ മുണ്ടില്ലാത്തത് കൊണ്ട് പള്ളിയിൽ വരുന്നില്ല. പിറ്റേ ദിവസം സുബഹിക്ക് ആരോ ഒരു കാവി മുണ്ട് കൊടുത്തു. ആ മുണ്ടുമെടുത്തുകൊണ്ട് സുബഹിക്ക് പള്ളിയിൽ വന്ന സഹോദരനെ കണ്ടപ്പോ നെഞ്ച് തകർന്നു പോയി. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടോ? അതിനു മുമ്പ് പല ഭാഗങ്ങളിൽ നമ്മളെ കഴിയുന്നവരെ കൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യിപ്പിച്ചു. എന്നാലും ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ മറ്റന്നാള് വടക്കോട്ട് പരിപാടിക്ക് പോകുന്നുണ്ട്. ഞാൻ വരുന്ന ട്രെയിനിന്റെ നമ്പരും ട്രെയിനിന്റെ പേരും പറഞ്ഞു കൊടുത്തു. ഈ ഷാനവാസ് റഷാദി നമ്മുടെ പള്ളിയിലെ ഉസ്താദല്ലേ, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നു. ഞാൻ 10-35 മുണ്ടും 35 ഷർട്ടും ഞാൻ 2-3 പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ ഇവിടെ എത്തിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഇതെന്തിനാണ് പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ അവസ്ഥ ഇന്നലെ ഇങ്ങനെ ആയിരുന്നു. എന്റെ അവസ്ഥ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 പ്രളയത്തിനും വെള്ളം കയറിയില്ല. അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കുകയാണോ അറിയില്ല. പക്ഷെ ഒന്നോർത്തോ, 2 പ്രളയങ്ങളും അതിജീവിച്ച എന്റെ കൊച്ചിക്കാരോ, അല്ലാഹു ഒന്ന് തന്നിട്ട് അതിന്റെ ഡബിൾ ഡോസിലല്ലേ കഴിഞ്ഞ വർഷം തന്നത്. ഇനി അടുത്ത വർഷം അല്ലാഹ്ക്ക് കഴിവ് കുറഞ്ഞെന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇനിയും നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ, ഇനിയും നമ്മൾ കോമാളികളായി ജീവിച്ചാൽ തീർച്ച ഇനി വരുന്ന പ്രളയത്തെ തടഞ്ഞു നിർത്താൻ, ഇനി വരുന്ന ശിക്ഷയെ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയൂല, ഒരു പ്രധാനമന്ത്രിക്കും കഴിയൂല, ഒരു മുഖ്യമന്ത്രിക്കും കഴിയൂല, ലോകത്തെ ഒരു ചാരിറ്റി സംഘടനകൾക്കും കഴിയൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ സൃഷ്ടികളിൽ പരീക്ഷണങ്ങൾ കോടിക്കണക്കിന്. ഒരു പരീക്ഷണമായ വെള്ളം അത് സെക്കൻഡിൽ കണ്ണിമ വെട്ടുന്ന നേരത്തെ 20 ലക്ഷം ലിറ്റർ വന്നപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല.
ഇല്ലേ? അപ്പൊ ഇനി ഇതിന്റെ വലിയ പരീക്ഷണം വന്നാലോ? അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ബാബു തൗബത്തി മഫ്തൂഹ് മാദാമൽ അർവാഹു ഫിൽ അജ്സാദ്. നമ്മുടെ റൂഹ് നിലനിൽക്കുന്നിടത്തോളം കാലം തൗബയുടെ വാതിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല. തൗബ ചെയ്തൂടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. സമയമായ ഉസ്താദേ, അരമണിക്കൂറൂടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മറുവശം കൂടെ കേട്ടിട്ട് പോണം. ഇതിപ്പോ ആരാ അള്ളാന്റെ അടുത്ത് വന്നത്? ആരാണ് ഇപ്പൊ ഇത്രയും ചോദിച്ചാരാ? ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്ക് 3 വരം കൊടുത്തിട്ട് അങ്ങോട്ട് മാറുമ്പോണ്ട് ഇബ്ലീസ് വരുന്നുണ്ട് പടച്ചോന്റെ മുമ്പില്. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, എന്റെ ശത്രു നിനക്കറിയുമല്ലോ, എന്റെ ശത്രു ശക്തനൊന്നുമല്ല, പക്ഷെ നീ ബഹുമാനിച്ചവനാ. ആദം നബി പറഞ്ഞത് എന്റെ ശത്രു ശക്തനെന്നല്ലേ, ശൈത്താൻ ശക്തനെന്നല്ലേ. പക്ഷെ ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, എന്റെ ശത്രു നീ ആദരിച്ച ആദമും മക്കളുമാണ്. എനിക്കും എന്തെങ്കിലും വരം നീ തന്നേ പറ്റൂ, എനിക്കും എന്തെങ്കിലും ആനുകൂല്യം നീ തരണം. ആദം നബിക്ക് കൊടുത്തതുപോലെ 3 വരം ശൈത്താനും അള്ളാഹു കൊടുത്തു. അതേതാണ്? ഇത്രയും നീട്ടിയൊന്നും പറയൂല, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 3 വരം ആരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും? പറയും. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് നബിയും സഹാബത്തും ദുആ, പടച്ചോനെ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അപ്പുറത്ത് അബൂലഹബും അബൂ സുഫിയാനും അബൂജഹലും ഒക്കെ പറഞ്ഞു, അല്ലാഹുമ്മ അഇലൽ ജുന്ദൈ, അല്ലാഹുമ്മ അഇസ്സ അഇലൽ ജുന്ദൈ. അല്ലാഹുവേ, 2 സൈന്യം നേരിടാൻ പോവാണ്, നീ ഇഷ്ടപ്പെട്ടതിനെ വിജയിപ്പിക്ക് എന്ന് ആരും ദുആരന്നു? അബൂജഹലും ദുആരുന്നത് അള്ളാന്റെ അടുത്ത്, നബിതങ്ങളും ദുആരുന്നത് അള്ളാന്റെ അടുത്ത്. അല്ലേ? ഇവിടെ ആശുപത്രി തുടങ്ങിയ മോലാളിമാരെന്ത് പറയും? പടച്ചോനെ, ചൈനയിൽ നിന്നാണ് സാധനങ്ങൾ ഇറക്കിയത്, ജപ്പാനിൽ നിന്നാണ് ബാക്കി ഇറക്കിയത്, ഓപ്പറേഷൻ തിയേറ്ററിന് ആവശ്യമായതൊക്കെ അങ്ങ് പല ഭാഗത്തു നിന്നും കൊണ്ടുവന്നതാണ്, വലിയ പൈസയായി, ലോണൊക്കെ എടുത്തിട്ട് ആശുപത്രി തുടങ്ങിയത്. അല്ലാഹുവേ, ദിവസവും ആളുകളെ എന്റെ ആശുപത്രി ഒന്ന് കയറ്റി തരണേ എന്ന് ദുആരൊക്കെ ഒന്ന് ആശുപത്രി വെച്ച ആള്. നമ്മള് യാസീൻ ഓതി, വാക്കിയ ഓതി, മജ്ലിസുന്നൂർ നടത്തി, കുത്തുബിയത്ത് ഓതിയിട്ട് ദുആരൊക്കെ ഒന്ന്, പടച്ചോനെ, ഒരസുഖം തരല്ലേ അല്ലാഹ്. ആരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും? പറയും. ആരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും? നിരന്തരം വഅലിന്റെ സദസ്സുകളിൽ സംഭാവന നിന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുന്നതിനിടയിൽ ആമീൻ ആവേശത്തോടെ പറയും, കൊടുക്കൂലെങ്കിലും ആമീൻ പറയും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളൊരു 1000 രൂപ എന്നൊരു സാധു മനുഷ്യൻ, അല്ലാഹുവേ അദ്ദേഹത്തിന് ആരോഗ്യം കൊട്, ദീർഘായുസ് കൊട്, ജോലിയിൽ ബറക്കത്ത് കൊട്, ഒറ്റ മനുഷ്യൻ ആമീൻ പറയുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നി. എന്താ കാര്യം? ആ സദസ്സീർ തന്നെ പറഞ്ഞു, ഉസ്താദെ, അയാൾക്ക് ഖബർ ഊത്തുന്ന ജോലിയാ, ഇയാൾ ഖബർ ഒഴിക്കുന്ന ആളാണ് മഹല്ലില്. അപ്പൊ അയാൾക്ക് എന്നും ജോലി കൊടുക്കണേ ദുആരെന്ന് അല്ലാഹ് സ്വീകരിച്ചാൽ നമ്മളൊക്കെ പഴുത്ത് വീഴൂലേ? അപ്പൊ അതുകൊണ്ടുള്ള പേടിയാണ്. എന്നാലും അള്ളാഹ്ക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവന് ഖാദിറും മുരീദുമാണ്, ഖുദ്റത്ത് ഇറാദത്തുമായി ലിങ്കായി സാഹിബു കുന്നാണ് അല്ലാഹ്. കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവൻ, അത് അള്ളാഹു നടപ്പിലാക്കും. അതുകൊണ്ട് ആദം നബി ഒരു വാക്ക് പറഞ്ഞു, അത് ശരിയാണ്. ഇബ്ലീസ് പറഞ്ഞത്, പണ്ടൊരു ജഡ്ജി ഒരു വിധി വിരിച്ചു. ജഡ്ജിമാരുടെയൊക്കെ വിധി വളരെ രസകരമാണ്. സുപ്രീം കോടതിയിലെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിലെ വിധി തന്നെ മുസ്ലിമീങ്ങൾക്ക് സങ്കടമാണ്, വളരെ സങ്കടമാണ്. എങ്കിലും ഒരിക്കലും നമുക്ക് ആശ നശിച്ചിട്ടില്ല, ഞങ്ങൾക്ക് പ്രതീക്ഷ പറ്റിയിട്ടില്ല. ഇനിയും നീതിന്യായ കോടതിയിൽ നിന്ന് മഹത്തായ വിധി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനുവരി 22-ന് ബാബരി മസ്ജിദിന്റെ വിധിയും ഞങ്ങൾക്ക് അനുകൂലമാകും. ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം ഒന്നും വേണ്ട. 5 ഏക്കർ എന്തിനാ നമുക്ക്? യൂസുഫ് അലി സാഹിബ് വിചാരിച്ചാൽ കേരളം മൊത്തം നമുക്ക് വാങ്ങിച്ചു തരൂലേ? നമുക്ക് എന്തിനാ 5 ഏക്കർ? ഇവന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ ഓഡിറ്റോറിയത്തിന് എത്ര ഏക്കറല്ല? 1 ഏക്കറിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ ഒരു ചെറിയ പള്ളിയിലെ ഒരു ഓഡിറ്റോറിയം നിൽക്കുന്ന 1 ഏക്കറിൽ നമുക്ക് ഇന്ത്യ കണ്ട 450 വർഷം ആരാധിച്ച പള്ളിക്ക് പകരം തരാൻ പോകുന്നത് 5 ഏക്കറാണ്. നമുക്ക് എന്തിനാ 5 ഏക്കർ? 5 ഏക്കർ നമുക്ക് വേണ്ട, സന്തോഷമായിട്ട് നിങ്ങൾ തന്നെ വെച്ചോളി. ഞങ്ങൾക്ക് ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് ആ മണ്ണ് ഞങ്ങൾക്ക് തന്നാൽ മതി. വെച്ചും തരണ്ട, ഞങ്ങൾ വെച്ചോളാം. എത്ര പള്ളി നമ്മൾ വെക്കുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞത്? വിധികൾ. ഒരു ജഡ്ജി ഒരിക്കൽ ഒരു വിധി പുറപ്പെടുവിച്ചു. വാദി ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ജഡ്ജി പറഞ്ഞു, അത് ശരിയാണ്. അപ്പൊ പ്രതി വേറൊന്നു പറഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, അതും ശരിയാണ്. അപ്പൊ കേട്ടോണ്ടുന്ന ആള് പറഞ്ഞു, ഇത് രണ്ടും എങ്ങനെ ശരിയാവും? അതും ശരിയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ വിധികൾ.
അള്ളാഹുവിന്റെ അടുത്ത് ആദം നബി ചോദിച്ചു, 3 കൊടുത്തു. ഇബ്ലീസ് എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ നീ അങ്ങനെ കൊടുത്താൽ ശരിയാവൂലല്ലോ, നിനക്കെന്തരാ നീ നിനക്കെന്തരാ, നിനക്കെന്താ വേണ്ടത്? പടച്ചോനെ എന്റെ എതിരാളെ നീ ബഹുമാനിച്ചോനാ, അപ്പൊ എനിക്ക് എന്തെങ്കിലും തരണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, പറയാം അതിനു മുമ്പ് ഇൻഷാ അല്ലാ നമുക്ക് സമാപന ദിവസമാണ് ഇൻഷാ അല്ലാ. കാര്യമായ നിലയിൽ ഇന്നലെ എത്ര ബക്കറ്റ് ഉണ്ടായിരുന്നു? ബക്കറ്റ് കളക്ഷൻ എത്ര ഇന്നലത്തെ? അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് നല്ല ഒരു കളക്ഷൻ, ഇന്ന് സമാപനമാണ് നമുക്ക്. നാളെ ഉണ്ടല്ലേ? ശരി. ഫോട്ടോ ഇല്ലാത്തോണ്ട്, നേരത്തെ പറഞ്ഞ ഫോട്ടോ ഇല്ലാത്തോണ്ട് നമ്മൾ നാളെയിൽ തന്നെ മനസ്സിലാക്കിയത്. അപ്പോ നാളെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഹസനി ഉസ്താദല്ലേ? ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദ് അബൂബക്കർ ഹസനി, അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ഈ മഹത്തായ നമ്മുടെ മഹല്ലിന് ആത്മീയമായി നേതൃത്വം നൽകുന്ന നമ്മുടെ വഴികാട്ടിയാണ്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ടവരുടെ ആമുഖ പ്രഭാഷണവും അതിനുശേഷം അൽഹംദുലില്ലാഹ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കടലുണ്ടി തങ്ങൾ, ആളുകൾ കാണാൻ വേണ്ടി ക്യൂ നിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പോലും ഒന്ന് കാണാൻ വഴിയാത്ത അത്രയും തിരക്ക് പിടിച്ച ഒരു വലിയ സയ്യിദാണ് അദ്ദേഹം. നമ്മുടെ മുമ്പിൽ ഇങ്ങോട്ട് നമ്മളെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ നിങ്ങൾ എത്ര ഭാഗ്യം ചെന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇതിനൊക്കെ നല്ല ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പോക്കറ്റിൽ നല്ല ഒരു നോട്ട്, ഇപ്പൊ ഏറ്റവും നല്ല നോട്ട് 20 രൂപയുടെ നോട്ട്, അതുപോരാ മൂല്യമുള്ളൊരു നോട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ എടുക്കുക, ഈ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എപ്പോഴാണ്? രാത്രിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രാത്രിയാണ് നോട്ട് പിൻവലിച്ചത്, അർദ്ധരാത്രി. രാജ്യസഭയിൽ ലോക്സഭയിലെ ചുട്ടെടുത്ത അപ്പം അത് രാഷ്ട്രപതി ഒപ്പുവെച്ചതും പാതിരാത്രിയിൽ. എനിക്ക് തോന്നുന്നത് മൂങ്ങകളെന്നാ തോന്നുന്നത്, എല്ലാം പാതിരാത്രിയിലാണ്. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാ ഇന്നത്തെ രാത്രി നോട്ടെല്ലാം കൂടെ പിൻവലിക്കുമെന്ന് പറഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ പള്ളിക്ക് വേണ്ടി കൊടുക്കുക ഇൻഷാ അല്ലാ. നമ്മുടെ ചെലവുകൾ ഈ ഓഡിറ്റോറിയം ഒക്കെ ഒന്ന് മനോഹരമാകണം. കുറഞ്ഞ 3 കോടി രൂപ അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ ഇൻഷാ അല്ലാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ അത്രയൊന്നുമില്ല. അപ്പോ കാര്യം നമുക്കൊരു സ്ഥായിയായ വരുമാനം ഇല്ല നമ്മുടെ മഹല്ലിന്, അതുണ്ടാവണമല്ലോ. അവരൊക്കെ ദീർഘായുസ്സോടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു പക്ഷേ നമ്മളൊക്കെ മരണപ്പെട്ടു പോയാലും നാളത്തെ ഒരു പരമ്പര അവർക്ക് മസ്ജിദ് നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരു സ്ഥായിയായ വരുമാനം നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പോകണം. ഇല്ലെങ്കിൽ നാളെ നമുക്കാ ദോഷം. നമ്മൾ കിടക്കുന്ന പള്ളിയുടെ അകത്ത് നിസ്കരിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ പള്ളിയിൽ നമ്മൾ കിടക്കുന്ന മക്ബറയുടെ പള്ളിയിൽ ആള് വേണ്ട നിസ്കരിക്കാൻ. ആള് വേണമെങ്കിൽ ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും സ്ഥായിയായ വരുമാനം വേണം, അതിന് ഓഡിറ്റോറിയം വേണം. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുത്ത ഖബറിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാ കാര്യമായ നിലയിൽ കണ്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതെങ്കിലും മനസ്സിന്റെ ഒരു ആഗ്രഹം നിങ്ങൾ സങ്കല്പിച്ച് നിയ്യത്താക്കിയിട്ട് ആ ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന അല്ലാഹു ജാരിയായ സ്വതഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ബാക്കി കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാ പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു മുമ്പായി ഒരെണ്ണം ഞാൻ പറയും, ബാക്കി 2 എണ്ണം ഇൻഷാ അല്ലാ പറയുമ്പോഴേക്കും ബക്കറ്റ് കളക്ഷൻ തീരണം. പെട്ടെന്നാവട്ടെ. ബക്കറ്റ് കളക്ഷൻ സ്പീഡ് കുറച്ചു പോയാൽ മതി, എല്ലാവരും ഇടണം ഇൻഷാ അല്ലാ. അല്ലാഹു ജാരിയായ സ്വതഖയിൽ ഉൾപ്പെടുത്തട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഏത് നിയ്യത്തോടു കൂടിയാണോ ഈ സംഭാവനകൾ നിക്ഷേപിക്കുന്നത് അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. വിട്ടോളെ ഇൻഷാ അല്ലാ. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, പടച്ചവനെ എന്റെ എതിരാളി നീ ആദരിച്ച ആദമാണ്, അതുകൊണ്ട് പടച്ചവനെ എനിക്കെന്തെങ്കിലും വരം തരണമെന്ന്, എനിക്കെന്തെങ്കിലും ആനുകൂല്യം തരണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹു അതാ ഇബ്ലീസിനോട് പറഞ്ഞതെന്തെന്നറിയോ? ലാ യൂലദു ലഹു വലദുൻ അല്ലാ വുലിദ ലക വലദു. ആദമിനൊരു കുഞ്ഞുണ്ടാകുമ്പോ നിന്റെ സന്താന പരമ്പരകളിൽ ഒരു ശൈത്താൻ കൂടി ഉണ്ടാവുകയാണ്. ഒരു ശൈത്താനെ കൂടെ ഞാൻ സൃഷ്ടിക്കുന്നതാണ്. ശൈത്താനോടാ പറയുന്നത്, ആദമിന്റെ മക്കളിൽ ഒരു കുഞ്ഞുണ്ടായാൽ നിനക്കും ഞാനൊരു കുഞ്ഞിനെ തന്നേക്കാ, പഴപ്പിച്ചോ, എവിടെ വേണോ പഴപ്പിച്ചോ. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, പറ്റൂല അല്ലാ. ചിലപ്പോ അവരെ അവഗണിച്ചിട്ട് അവര് നന്മകളിൽ അവര് മുന്നേറിക്കൊണ്ടിരുന്നാലോ, അവര് തിന്മകളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് പടച്ചവനെ അത് പോരാ. ആ സമയത്താണ് ഇബ്ലീസിന് അല്ലാഹു 2ാമത്തെ ആനുകൂല്യം കൊടുക്കുകയാണ്. അത് വേറൊന്നുമല്ല, അല്ലാഹു ആ ഇബ്ലീസിനോട് പറയുകയാണ്, ഇബ്ലീസേ
തജ്രീ മിൻഹു മജ്റദ്ദമീ. ബ്ലഡ് സർക്കുലേഷൻ ഉള്ള എവിടെ വേണോ നിനക്ക് കടന്നു പോകാ. മനുഷ്യന്റെ എവിടെ വേണോ ശൈത്താൻ കടന്നു വരാ. എവിടെ വേണോ ശൈത്താന് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എവിടെയാണോ ഞാൻ ആമുഖമായി ബറക്കത്തിനോദിയ ഹദീസ് ഉണ്ടല്ലോ, ഇന്ന ശൈത്താന യജ്രീ മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. എവിടെയാണോ ബ്ലഡ് സർക്കുലേഷൻ ഉള്ളത് അവിടെ എല്ലാ ശൈത്താന് കടന്നു വരാ ഫുൾ സ്വാതന്ത്ര്യം അല്ലാഹു കൊടുത്തിരിക്കുകയാ. പെങ്ങളെ, ബ്ലഡ് സർക്കുലേഷൻ എവിടെയൊക്കെ ഉണ്ട് മോള്, അവിടെ എല്ലാ ശൈത്താന് കടന്നു വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ തലമുടിയിൽ നീ ശൈത്താൻ വരില്ലെന്നല്ല, നിന്റെ നഖത്തിൽ ശൈത്താൻ വരില്ലെന്നല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തിനെന്നറിയോ? എവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങൾ കൊണ്ട് തെറ്റുകളെ ചെയ്യിപ്പിക്കാം ശൈത്താന് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണുകൊണ്ട് ഹറാമുകളുണ്ട്, കാതുകൊണ്ട് ഹറാമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നമ്മളോട് ഓരോ തിന്മകളെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന റബ്ബേ തെളിവ് വല്ലതുകൊണ്ടോ, അല്ലാഹുവേ സാക്ഷികൾ വല്ലതുകൊണ്ടോ? ആ സമയത്ത് പിന്നെ ചോദിക്കാൻ ഇവന് കഴിയുന്നില്ല. അല്ലാഹു പറഞ്ഞല്ലോ, ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. അല്ലാഹ് അനുവാദം കൊടുത്തവരെ പിന്നെ മിണ്ടൂ. നമ്മളൊക്കെ മിണ്ടുന്നില്ല, വാ തുറന്നിട്ട് സംസാരം പുറത്തു വരുന്നില്ല. എന്താണെന്നറിയോ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. അല്ലാഹ് പറയുന്നു, വായ സീൽ വെച്ചു, നാവിനെ അല്ലാഹ് പൂട്ടിക്കെട്ടി അതിന്റെ സംസാര ശേഷി തിരിച്ചെടുത്തു. അപ്പോഴോ സംസാരിക്കുന്നത് വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകൾ നിന്ന് സംസാരിക്കുകയാ. വതശ്ഹദു അർജുലുഹും, നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവയവങ്ങളെ സംസാരിക്കുമെന്നാണ്. നിങ്ങൾക്കറിയോ? ഈ സരസിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആദ്യമായി പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യം സംസാരിക്കുന്ന അവയവം അത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അത് ഏതാണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സംസാരിക്കുന്ന അവയവം ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പഠിച്ചോളി. നമ്മുടെ ശരീരത്തിന്റെ നഖം മുതൽ തലമുടി വരെയുള്ള നമ്മുടെ അടിമുടി, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ആദ്യമായി അല്ലാഹുവിന്റെ കോടതിയിൽ സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിൻ ദിജ്ലിൽ യുസ്റാ, ഇടത്തെ കാലിന്റെ തുടയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ഇടത്തെ കാലിന്റെ തൊടയല് റബ്ബിനോട് സംസാരിക്കും. ഒത്തിരി പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ എണ്ണീറ്റ് പറയാണ്. അതാണ് പറഞ്ഞത്, എവിടെയൊക്കെ നമുക്ക് ശൈത്താന് കടന്നു വരാൻ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ഒക്കെയും നാളെ നമുക്ക് പ്രതികൂലമായി സാക്ഷി പറയും. അത് ഇബ്ലീസിന് അല്ലാഹു കൊടുത്ത വാക്കാണ്. ഇബ്ലീസ് വിട്ടില്ല. അല്ലാഹുവേ, 3 എണ്ണം നീ ആദമിന് കൊടുത്തില്ലേ, അതുകൊണ്ട് എനിക്കൊന്നുകൂടെ തരണം, എനിക്കതുകൊണ്ട് പറ്റൂല, ഒന്നുകൂടെ എനിക്ക് തരണം. അതെന്തായിരുന്നു കൊടുത്തത്? അതേതായിരുന്നു കൊടുത്തത്? അത് പറയാം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തരട്ടെ. ഇന്നലെ വലിയ എമൗണ്ടുകൾ പിരിച്ചു അല്ലേ? ഇന്നലെ 10,000 5,000 ഒക്കെ പിരിച്ചു. ഞാൻ ഇന്നൊരു ചെറിയ സംഭാവന ചോദിക്കുക പോരെ? വലുത് ചോദിച്ചവരെ ഇടങ്ങേറാക്കണ്ട. ചിലപ്പോ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോ തന്നെ പറഞ്ഞാൽ തരാൻ കഴിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ പങ്കാളികളാകാൻ പറ്റുന്ന, ഇന്നലെ എത്ര ലക്ഷം രൂപ പിരിഞ്ഞു? പറഞ്ഞാലും കുഴപ്പമില്ല. നല്ല പിരിച്ചാ പിഴിഞ്ഞ എത്ര? 2 ലക്ഷം രൂപ തുടക്കം. നമ്മൾ പിന്നെ എത്ര പിരിച്ചാലും മുമ്പാണെങ്കിൽ നടക്കും. മുമ്പൊരു 2-3 കഴിഞ്ഞ ഈ പൊട്ട നോട്ട് പിൻവലിക്കുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ നടന്നന. കാരണം എന്ന് പറഞ്ഞാൽ ഈ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെയാണ്. ഞാൻ അബദ്ധത്തിൽ പൊട്ടനെന്ന് പറഞ്ഞതല്ല, എന്നാലും കരുതണ്ട. കാരണം ആസാമില് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ട് ഒരു ബന്ധമില്ല ആളുകൾക്ക്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചു, ഒരു ബന്ധമില്ല, ജനങ്ങൾ പരസ്പരം ഒരു ബന്ധമില്ല. അപ്പോഴാണ് ട്വിറ്ററിലൂടെ വന്നിട്ട് മൂപ്പര് പറയാണ്, ശാന്തരാകൂ ആസാമികളെ, ശാന്തരാകൂ. ഇവരെങ്ങനെ അറിയും?
ഇവരെങ്ങനെ അറിയും? ഇതൊക്കെ വിച്ഛേദിച്ചിരിക്കല്ലേ. എല്ലാ സോഷ്യൽ മീഡിയയും വിച്ഛേദിച്ചു, എല്ലാ നെറ്റും ഡിസ്കണക്ഷൻ നടത്തിയിട്ട് പറയാണ് നിങ്ങൾ ശാന്തരാകൂ, സമാധാനിക്കൂ എന്ന്. മോഡി നടന്നു പോകുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്, നമുക്കൊരു വെറുപ്പുമില്ല. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ എന്നെ ഭരിച്ചോളി, നിങ്ങളെ മക്കളൊന്നും ഇല്ലല്ലോ, ഭാര്യ മക്കളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അനുയായികളൊക്കെ ഭരിച്ചോട്ടെ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ എന്നെ വെച്ചോളി, നിങ്ങൾ എന്നെ തിന്നോളി, കോട്ട് 10 ലക്ഷമോ 25 ലക്ഷത്തിന്റെ കൂണോ എന്തോണോ കഴിച്ചോളി. നിങ്ങളൊക്കെ ആദ്യം ചായ കുടിച്ച് നടന്നവരല്ല, ഇപ്പോഴല്ലേ ഇതൊക്കെ തിന്നാൻ കിട്ടിയത്. ഞങ്ങളൊക്കെ തിന്ന് മടുത്ത് ഇപ്പൊ ആകെ ചപ്പാത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നവരാ. മട്ടനും ബീഫും ഒക്കെ കഴിച്ച് മതി, ഇനി ഞങ്ങൾക്ക് ചപ്പാത്തിയും പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ തിന്നോളാം. നിങ്ങൾ എത്രയും നാള് കൂണൊക്കെ തിന്നത്, ചായക്കല്ലേ കുടിച്ചത്, ഇത്ര നാള് സാമ്പാറല്ലേ കുടിച്ചത് തിന്നത്, ഇനി നിങ്ങൾ തിന്നോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ നോക്കണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പടപൊരുതിയ ഒരു തലമുറയുടെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ. ഈ രാജ്യത്ത് ജനിച്ചവരാണെങ്കിൽ ഇന്നലെ വരെയും നമ്മുടെ സദസ്സുകളിൽ ദുആ ചെയ്ത് ജന്നത്തിൽ ബഖയിൽ മരിപ്പിക്കണേ അല്ലാഹ്. തൽക്കാലം ആ ദുആയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ അമൽ ചെയ്ത് സ്വർഗത്തിൽ പോയാൽ മതി, മരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാകണം. അത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഇസ്സത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി നടന്നുപോയ സ്റ്റെപ്പിൽ മറിഞ്ഞു വീണു, പടിയിൽ തട്ടിയിട്ട് മറിഞ്ഞു വീണു. ആ പടി പൊളിച്ചു മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുത്തിരിക്കുന്നു. ചിന്തിച്ചേ, പടിയിൽ തട്ടി വീണപ്പോ പടി പൊളിക്കാൻ തീരുമാനം എടുത്തു. ഞാൻ അപ്പൊ ചിന്തിച്ച്, പടച്ചോനെ, ഈ വീണത് ആഭ്യന്തരമന്ത്രിയുടെ പുറത്തൂടായിരുന്നെങ്കിലോ, മൂപ്പര് തിരിച്ച് ഇങ്ങോട്ടും കൂടെ വീണിരുന്നെങ്കിലോ, തീർന്ന്. ഇന്ത്യയുടെ ആളുകളുടെ പൗരത്വം നശിപ്പിക്കാൻ നടക്കുമ്പോ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയുടെ 2 പേരുടെ പൗരത്വം അങ്ങോട്ട് റദ്ദാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ രാജ്യത്ത്. ഇന്ത്യ രാജ്യത്ത് 2 പേരുടെ പൗരത്വം അങ്ങോട്ട് നിഷേധിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ രാജ്യത്ത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മളൊക്കെ നോട്ടപ്പുള്ളികളാണ്, എല്ലാ പ്രവാചകരും നോട്ടപ്പുള്ളികളാണ്. എന്തായിരുന്നാലും തത്തമ്മ കൂട്ടിലടയ്ക്കപ്പെട്ടു, കാക്ക പറന്നു നടക്കുന്നു. കാക്ക ചോദിച്ചു, തത്തമ്മേ, നിന്നെ മാത്രം കൂട്ടിലടയ്ക്കുന്നത് എന്താ? ഞാൻ സ്വച്ഛന്തം പറന്നു നടക്കല്ലേ. തത്തമ്മ പറഞ്ഞു, കാക്കേ, നീ സംസാരിക്കൂലല്ലോ, ഞാൻ സംസാരിക്കുമല്ലോ. തത്തമ്മ സംസാരിക്കും, കൂട്ടിലടയ്ക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദ് യംകുറൂന വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതുക. അങ്ങനെയല്ലേ ഉസ്താദ്? ലിയുസ്ബിതുക. നബിയെ, ദാറുൻ നദ്വയിൽ വെച്ച് അവർ മീറ്റിംഗ് കൂടുകയാണ് സത്യനിഷേധികൾ. എന്തിനാ? ലിയുസ്ബിതുക, നിങ്ങളെ ജയിലിലടയ്ക്കാൻ. ആദ്യം അവരിത് പയറ്റി. ഇവിടെ ആദ്യം മഅദനി അറസ്റ്റ് ചെയ്തു, അങ്ങനെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത് നബിയെ, അവരാ തീരുമാനം മാറ്റി കേട്ടോ, ജയിലിലടയ്ക്കാനൊന്നും ഇപ്പൊ അവർക്ക് തീരുമാനമില്ല. ഇപ്പൊ അവർ തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതും ഇവിടെ നടത്തി. ചാണകത്തിന്റെ പേരിൽ, തോലിന്റെ പേരിൽ, മൃഗത്തിന്റെ പേരിൽ ചതച്ചരക്കപ്പെട്ടു, വെട്ടിനുറുക്കപ്പെട്ടു, അടിച്ചു കെട്ടിത്തൂക്കി. ഇതെല്ലാം ഇവിടെ നടന്നു. നബിയെ, കൊല ചെയ്യാന്നുള്ള തീരുമാനം അവർ മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ അവർ തീരുമാനമെടുത്തു, നിങ്ങളെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇന്ത്യയിലെ 3ാമത്തെ സംഗതിയാണ് നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ, ആധാറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് തിരിച്ചറിയാനുള്ള രേഖയാണ്, ഇത് എന്തല്ല നമ്മുടെ പൗരത്വത്തിന്റെ അടയാളം അല്ല എന്ന്. അപ്പൊ എത്ര നാളുകൊണ്ട് സംഘിക്കൂട്ടന്മാരുടെ അവരുടെ അന്തിച്ചർച്ചകളിൽ നടന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് സമരം ചെയ്താൽ നമ്മളൊക്കെ അങ്ങോട്ട് ചാടി